ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അയില പൊള്ളിക്കുക എന്നുള്ളതാണ്. സോ വെൽക്കം ടു മൈ അയില പൊള്ളിക്കൽ വ്ളോഗ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അത്യാവശ്യം വലിപ്പമുള്ളൊരു അയില കിട്ടിയപ്പോൾ അതിലേക്ക് സാധാ മസാലകളൊക്കെ ഇട്ട് പൊരിച്ച് ഉള്ളി കാരമലൈസ് ചെയ്തെടുക്കണം. നല്ലപോലെ കാരമലൈസ് ചെയ്യണം. കാരമലൈസ് നല്ല പറയാം. കാരമലൈസ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഇട്ടല്ല അതിൽ കാരമലൈസ് ചെയ്യാം. പൊട്ടൻ, അത് താങ്കളുടെ ചിന്ത അല്ല. അല്ല തുള്ളി വായിക്കാം മലയാളത്തിൽ അങ്ങനെ പറഞ്ഞാൽ. എനിക്ക് 4 കൈയുണ്ട്. ഒഴിവാക്കാൻ കേട്ടോ, കാക്കിന്റെ കൈ കാണണ്ടതില്. അതാ ഞാൻ പറഞ്ഞത്, 2 കൈ മുറിക്കാൻ, 1 കൈ വയറ്റാൻ, 1 കൈ വീഡിയോ എടുക്കാൻ. ഇപ്പോഴും എനിക്ക് 3 കൈ. ചെറിയ തക്കാളി, ഒരു തക്കാളി നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ചോപ്പ് ചെയ്യണമെങ്കിൽ ചോപ്പ് ചെയ്യാം. അത്ര പോലെ. ഓ മാറ്റി ഫുള്ളൊന്നും വേണ്ട. ഇത് വ്ളോഗാണ്. കുറച്ച് സോൾട്ട് ടു ടേസ്റ്റ് ആഡ് ചെയ്യാം. വേണമെങ്കിൽ മറ്റേ അയാൾ ഇടുന്ന പോലെ അങ്ങനെ എന്തൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും ഇടാം. അങ്ങനെ വെള്ളം അത്ര ആയില്ല. സ്പ്രിങ്കിൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ മറന്നുപോയി. അപ്പോൾ മെയിൻ ഷെഫ് വന്നിട്ട് മാം ഓർമ്മിച്ചിട്ടുണ്ട്. കുറച്ച് മതി, എല്ലാം നമ്മൾ കുറച്ച് ആഡ് ചെയ്യുള്ളൂ. പല ആഡ് ചെയ്താൽ പിന്നെ നമ്മൾ ശരിക്കും മെയിൻ ഷെഫിനെ വിളിച്ചത് എന്തിനാണെന്നറിയോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് പൊടി ഇടുക. ഇതിപ്പോൾ തൈരാണ്, പൊടി ഇടാനുള്ള പാർട്ടിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിച്ചത്. അതൊന്ന് ഇളക്കുകയാണ്. ഇപ്പോൾ ഒരു ബിരിയാണി മസാല പോലെ ആയി. നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ മാത്രമല്ല, മറ്റേ സാധാ മുളക് പൊടി മിക്സ് ചെയ്തിട്ടുള്ള പൗഡറാണ്. 50-50 ഇട്ടു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണ്? മല്ലിപ്പൊടി, കൊറിയാൻഡർ പൗഡർ. അമ്മായിമ്മനെ കൊണ്ട് പൊട്ടത്തേത് നിങ്ങളെ കൊണ്ട് പറക്കാതെ. അങ്ങനെ നമ്മൾ കൊറിയാൻഡർ പൗഡർ നമ്മൾ ആഡ് ചെയ്തു. ഇനി ഗാർണിഷിങ് അല്ല, നമ്മൾ കുറച്ചും കൂടെ എന്തൊരു പൊടി, ഫിഷ് മസാല ആഡ് ചെയ്യാനുണ്ട്. അതിൽ ഷെഫുള്ള പട്ടയെ പറഞ്ഞിട്ടുണ്ട്, കരിവേപ്പില നമ്മളിങ്ങനെ എതളുകളായിട്ട് ഇടണം എന്നില്ല, നമ്മൾ ഫുള്ളായിട്ട് ഇട്ടാൽ മതി. ഇപ്പം സെറ്റാണ്. പക്ഷേ അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു ഒതൻ്റെ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബ്രാൻഡ് ഏതാണ്? ഒരു ഒരിക്കൽ പ്രൊമോഷൻ ആയിക്കോട്ടെ. അജ്മിയാണോ? അജ്മിയാണ് കേട്ടോ ബ്രാൻഡൊക്കെ. നമ്മളുടെ എല്ലാ പൗഡറും ഫ്രം അജ്മി. കുറച്ച് അജിതേച്ചിൻ്റെ മില്ല്. അല്ലേ അജിതേച്ചിൻ്റെ മില്ല് നല്ല അന്നല്ലേ പഠിപ്പിക്കല്. ഇത് കുറച്ച് വെള്ളം വെക്കി, തുള്ളി വെള്ളം, തൈര് വെച്ച് ഒരു തുള്ളി എന്ന് പറഞ്ഞു. ഓക്കെ ഗൈസ്, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. മൂത്തമ്മ നോക്കണം. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഓ ഉപ്പ് നിങ്ങൾ ആഡ് ചെയ്ത് ഉപ്പ് ഏടെ എത്തിക്കില്ല, മൂത്തമ്മ അത്യാവശ്യത്തിലിട്ട്. ഗൈസ്, നമ്മളിനി പ്ലേറ്റിലേക്ക് വാട്ടിയിട്ടുള്ള ഇല വെക്കണം. വാട്ടിയിട്ടുണ്ടല്ലേ? അപ്പോൾ വാട്ടിയിട്ടുള്ള ഇല വെച്ചു. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ബേസായിട്ട് നമ്മൾ മസാല കുറച്ച് ആഡ് ചെയ്യും. എനിക്ക് അസിസ്റ്റൻ്റ് ഉണ്ട് ഗൈസ്. മസാല കുറഞ്ഞു പോയിട്ടൊന്നുമില്ല ഗൈസ്, ഒറ്റ അയിലേ നമുക്കുള്ളൂ. അപ്പം അതൊന്നും വിഷയമേ അല്ല. അയിലൻ്റെ ഐറ്റമൈറ്റൊക്കെ തന്ന് നോക്കുന്നുണ്ട്. ആദ്യം മസാല വെക്കുന്നിട്ട് എല്ലാം എന്നിട്ട് ഇങ്ങനെ മറിച്ചിടാം. ബുദ്ധി ഉണ്ട്. മൈ നാത്തുൻ ഗോട്ട് സം വിവരം ഗൈസ്. അത് ആദ്യം വർക്കാവുന്ന ഡൗട്ട് ഉണ്ടായിരുന്നു. വർക്കായപ്പോ പൊലിവായി. സൗണ്ട് കുറഞ്ഞു ഗൈസ്. വ്ളോഗിൽ സൗണ്ട് വരുന്ന വിചാരിച്ചിട്ട് എണ്ണ കുറച്ച് ബ്രഷ് ചെയ്യണം. ഇല്ല ബ്രഷ് ചെയ്യണം ബ്ലോഗ് കണ്ടു.
വെച്ചിട്ട് അങ്ങനെ നമ്മൾ അൺബോക്സ് ചെയ്യുകയാണ്. നമുക്ക് മറ്റേ വായന നാര് കിട്ടിയില്ല, നമ്മൾ നല്ല ത്രെഡ് വെച്ചിട്ടാണ് കരിഞ്ഞ മണം നിമ്മൺ തന്നെ ആണോ? അയല പൊള്ളിച്ചത്തൽ ലേശം കരിഞ്ഞിരിക്കുന്ന വെച്ചാൽ അത് വിഷയമല്ല. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നതാണ്. സ്പൂൺ ഉണ്ടാവും. ഇനി നമ്മളൊരു ചെറിയ കഷ്ണം നമ്മൾ പൊളിച്ച് നോക്കുകയാണ്. ആ ചൂടുണ്ട്. നമുക്ക് മസാല ടേസ്റ്റ് നോക്കാം ഗൈസ്. തിന്നോളൂ. വേണ്ടേ? ഹൗസ് ഇറ്റ്. അപ്പോൾ ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് കരിഞ്ഞു പോയി എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ അടിപൊളിയായിരുന്നു. ടേസ്റ്റ് വൈസ് സീനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ബൈ.